അന്റാർട്ടിക്കയിലെ അവസാന വീഡിയോ ആണ്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു അന്റാർട്ടിക്ക യാത്ര. ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളും അനുഭവങ്ങളും നമുക്ക് തന്ന അന്റാർട്ടിക്കയോട് നമ്മൾ വിട പറയുകയാണ്. ഇനി നമ്മൾ ഡ്രേക്ക് പാസേജ് എന്ന ഭൂമിയിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ച ആ ഒരു സമുദ്രപാത മറികടന്ന് വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. 48 മണിക്കൂർ എടുക്കും. അന്റാർട്ടിക്കയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസം മുഴുവനും കട്ടിലിൽ തന്നെ റൂമിൽ തന്നെ കിടന്നു പോയതാണ്. എന്നാലും ഇതും ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. 2 മഹാസമുദ്രങ്ങൾ ചേരുന്ന ഒരു പ്രദേശം, ഡ്രേക്ക് പാസേജ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കണത്. ഇന്നലെ മൊത്തം കിളി പോയിട്ട് വാളൊക്കെ വെച്ച് ഇരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് മുമ്പ് വാൾ വെച്ചോളൂ. കാരണം നമ്മുടെ ഡ്രേക്ക് പാസേജിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹെവി ഷെയ്ക്കാണ്, ഒരു രക്ഷയില്ല. നിന്ന് നിപ്പിൽ വാളൊക്കെ, ഞാനൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഇനി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വാൾ വെക്കും, കാരണം ഭയങ്കര ഷെയ്ക്കിങ്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയെന്ന് അറിയാം, ഈ ഷിപ്പിലെ ലൈബ്രറിയിലാണ്. ഇതുണ്ട്, ഈ ഷിപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ലൈബ്രറിയാണ്, കുറേ പുസ്തകങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഷെയ്ക്കുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അത്ര ഇല്ല, ഇത്തിരി കുറവാണ്. പക്ഷേ ഇത്തിരി ആണെങ്കിൽ തന്നെ നമുക്ക് പാടാം. മിക്കവരും കിടപ്പാണ്, കുറച്ച് പേർക്കൊക്കെ കുഴപ്പമില്ലാണ്ടുള്ളൂ. ഞാനൊരു ടാബ്ലറ്റ് ഇവിടെ നിന്ന് കിട്ടും ഈ സിക്കിനുള്ളത്, അത് മേടിച്ച് കഴിച്ചതാണ്. പക്ഷേ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആൾ വെക്കുമ്പോൾ അതും പോകുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ഇന്നൊരു ചെറിയ പരിപാടി ഉണ്ട്. ഇന്ന് ബ്രിഡ്ജ് ടൂർ ഉണ്ട്. അതായത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമല്ലേ, ഷിപ്പ് ഓടിക്കുന്ന ഭാഗം, അതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊരു ടൂറുണ്ട്. അപ്പോൾ ആദ്യത്തെ ടീം പോയി, രണ്ടാമത്തെ ടീമിന് ഇരിക്കുകയാണ്. ആദ്യത്തെ ടീമിൽ ആളില്ലായിരുന്നു. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പം നമ്മുടെ ടൈമായി. പക്ഷേ ആരുമില്ല, നമ്മൾ 5-6 പേരേ ഉള്ളൂ. ബാക്കി എല്ലാവരും സിക്കായിട്ട് കിടക്കാണ്, വയ്യ. അപ്പോൾ നോക്കാം, ബ്രിഡ്ജ് ടൂർ നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റിയ സമയമാണ്. ഇപ്പോഴാണെങ്കിൽ മറ്റേ ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇന്നലത്തേക്കാൾ ഇത്തിരി കുറവാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്നലെയൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇന്നലെ ഭീകരമായിരുന്നു. ഇന്ന് ഇത്തിരി കുറവാണ്, ഈ ഷെയ്ക്ക് കുറവുണ്ട്. പക്ഷെ എന്നാലും വാളിനൊരു കുറവില്ല. ഇതേണ്ട, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ കപ്പൽ ഓടിക്കുന്ന സ്ഥലത്താണ്. ഇവിടെ എന്തൊക്കെയോ യന്ത്ര സാമഗ്രികളൊക്കെ കാണാം, കുറേ സ്വിച്ചുകളൊക്കെ കാണാം. പിടിച്ചു നിൽക്കിയാൽ പണി കിട്ടും. അപ്പോൾ ഇതാണ് ഷിപ്പിൻ്റെ ഒരു പ്രധാന ഭാഗം. ഈ ഷിപ്പ് കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഈ ഒരു ബ്രിഡ്ജിൽ ഇരുന്നിട്ടാണ്. ക്യാപ്റ്റനുണ്ട്, ക്യാപ്റ്റനെ ഞാൻ വൈകിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഇവിടുത്തെ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ താഴെ വരുന്ന വേറൊരു ക്യാപ്റ്റൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പേരറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ഫുള്ള് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. എന്തൊക്കെയാണ് സംഭവങ്ങൾ, എന്തൊക്കെയാണ് സ്വിച്ചുകൾ, എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു ഷിപ്പ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 11 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 15 നോട്ടിക്കൽ മൈലാണ്. അതായത് ഏകദേശം ഒരു 30 കിലോമീറ്റർ, കറക്റ്റ് 30 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. പക്ഷേ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 11 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ്. പിന്നെ ഇതിനകത്ത് കുറേ റഡാറുകളുണ്ട്. അടുത്തുള്ള ഷിപ്പുകൾ ഏതാണെന്ന് അറിയാൻ പറ്റും, എന്തോരം ആഴം ഉണ്ടെന്ന് അറിയാൻ പറ്റും, കാലാവസ്ഥ അറിയാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ടോട്ടൽ 186 പാസഞ്ചേഴ്സ് ഉണ്ട്, അതായത് ഗസ്റ്റുകളായിട്ട്. 97 ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. അത്രയും പേര് ഇപ്പോൾ നിലവിൽ ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ബ്രിഡ്ജിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷിപ്പിൻ്റെ ഏകദേശം 1 മീറ്റർ തൊട്ട് 1.5 മീറ്റർ വരെ കടലിന്റെ അടിയിലോട്ടായിരിക്കും. ബാക്കിയാണ് നമ്മൾ മുകളിലോട്ട് കാണുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ, അന്റാർട്ടിക്കയിലോട്ട് പോയപ്പോൾ 7 മീറ്റർ ആയിരുന്നു ഹൈറ്റ് വന്നത്. എന്ന് വെച്ചാൽ തിരമാലയുടെ ഹൈറ്റ്. ഡ്രേക്ക് പാസേജിലാണ് ഈ ഇഷ്യൂ ഉള്ളത്. 7 മീറ്റർ വരെ വന്നായിരുന്നു. ഇന്നലെ ഇതേപോലെ ഒരു 7 മീറ്ററിന്റെ ഒരു തിരമാല എന്തോ വന്നെന്നാണ് പറഞ്ഞത്. നോർമലി ഇപ്പോൾ 4-5 മീറ്റർ ഹൈറ്റുള്ള തിരമാലയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നിട്ട് പോലും നമുക്ക് സിക്കടിച്ച് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് നേരം അത്രയും വലിയ തിരമാല ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഇത്തിരി നോർമലാണെന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ ഈ ഒരു ഡ്രേക്ക് പാസേജിൽ 15 മീറ്ററൊക്കെ ഹൈറ്റിലുള്ള തിരമാലയൊക്കെ 15-20 മീറ്ററൊക്കെ വരുമെന്നാണ് പറയുന്നത്. ആ ഒരു സമയത്തൊന്നും ആക്ച്വലി ട്രിപ്പ് എടുക്കാറില്ല എന്നാണ് പൊതുവെ പറയുന്നത്. കാരണം കപ്പൽ സ്ട്രോങ് ആണ്, കപ്പൽ അതിനെ സർവൈവ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. ഭയങ്കര കുലുക്കവും ഈ പറയുന്ന ഛർദ്ദിക്കലും ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ കപ്പലിനൊന്നും പറ്റൂല, കപ്പൽ നല്ല സ്ട്രോങ് ആണെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത്. പക്ഷെ സാധാരണ അത്രയും ഹൈറ്റിലുള്ള തിരമാലയൊക്കെ വരുന്ന ഇവർക്ക് നേരത്തെ അറിയാൻ പറ്റും, കാലാവസ്ഥ അറിയാലോ. ആ കാലാവസ്ഥ നോക്കിയിട്ട് അത്രയും ഹൈറ്റുള്ള തിരമാലയൊക്കെ ആണെങ്കിൽ അവർ ട്രിപ്പ് ഒന്നില്ലെങ്കിൽ വഴി മാറ്റി വിടും, അല്ലെങ്കിൽ ആ ട്രിപ്പ് ഡിലേ ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഞാൻ നൈസായിട്ട് പോയിട്ട് ലഞ്ച് കഴിച്ചു. ഇനി വാള് വെക്കുമെന്ന് അറിയത്തില്ല. ഇപ്പോഴും നല്ല ഷെയ്ക്കിംഗ് ഉണ്ട്, ഭയങ്കര നല്ല ഷെയ്ക്ക്. അപ്പോൾ എന്തായാലും കുറച്ച് പോയി കഴിച്ചു, വലിയ കുഴപ്പമില്ല നിലവിൽ.
എന്താകും അവസ്ഥ എന്ന് അറിയില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് വരെയൊക്കെ ഏകദേശം തീരുമാനമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നാളെ ഒരു വെളുപ്പിനാകുമ്പോഴേക്കും നമ്മൾ ബീഗൽ കനാലിലോട്ട് കയറും. അപ്പോൾ പിന്നെ തിരമാലയുടെ പ്രശ്നമില്ല. രാവിലെ ഒരു 7:30 കൂടി നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങും. ഇവർ ട്രാൻസ്ഫറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി എന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നാളെ രാവിലെ 6 മണിക്ക് തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നേരത്തെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ബാഗ് പാക്ക് ചെയ്ത് പുറത്ത് വെച്ചാൽ മതി, നമ്മുടെ ക്യാബിൻ്റെ പുറത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ തന്നെ കൊണ്ടുവന്നോളൂ. അവർ എന്നിട്ട് ലഗേജ് എവിടെ വെക്കണമെന്ന് അറിയാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് അറിയില്ല, ട്രിപ്പിൻ്റെ തുടക്കം കണ്ടവർക്കറിയാം. സ്റ്റാർട്ട് ചെയ്തൊരു പോയിന്റ് ഉണ്ട്, അപ്പോൾ അവിടെ അവർ കൊണ്ടുപോയി സാധനങ്ങൾ വെക്കും. നമുക്ക് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. എങ്ങോട്ടാണെന്ന് വെച്ചാൽ എയർപോർട്ടിലോട്ട് ഇവർ കൊണ്ടുവന്നാക്കും. അപ്പോൾ അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തു തരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്നലെ എനിക്കൊരു സാധനം വന്നു. ഇതുണ്ട്, ഒരു നോട്ടീസാണ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയിപ്പുകൾ നോട്ടീസിലൊക്കെ വരും കേട്ടോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വെയിറ്റേഴ്സ്, റിസപ്ഷനിസ്റ്റ്, ബാർ ക്രൂ മെമ്പേഴ്സ്, അങ്ങനെ എല്ലാ ആൾക്കാരുടെയും ഇതേ പോണു ഷിപ്പ് കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അതാണ് ഓക്കെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ടിപ്പ്, നിങ്ങൾക്ക് അവരുടെ സർവീസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടിപ്പ് കൊടുക്കണം എന്ന രീതിയിലുള്ളൊരു നോട്ടീസാണ് തന്നേക്കണം. ഇത് ആക്ച്വലി ഇവർ പറയുന്ന ഒരു റേറ്റ് ഇട്ടാണ് തന്നേക്കണത്. ഇതിനകത്ത് $14 വെച്ചിട്ട് 10 ദിവസത്തേക്ക് $140 ടിപ്പ് കൊടുക്കണം എന്നാണ് ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞേണ്ടത്. പക്ഷേ ഇത് നിർബന്ധമല്ല, ഇതിനകത്ത് പൈസ കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. നല്ല സർവീസൊക്കെ ആയിരുന്നു. കാരണം വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, നമ്മുടെ ഇന്ത്യക്കാരടക്കം കുറച്ചൊരു വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ട്. ഞാൻ അറിഞ്ഞത് അവർക്കൊക്കെ എനിക്കൊന്ന് വെയിറ്ററായിട്ട് നിൽക്കുന്നവർക്കൊക്കെ എന്തോ $1300 മാസം ശമ്പളമുള്ളൂ. അത് ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 1 ലക്ഷം രൂപയുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് റിസ്ക് ഉള്ള വർക്കാണ്. അത് മാത്രമല്ല 6 മാസം ജോലിയുണ്ട്. 6 മാസം ഈ ഒരു അന്റാർട്ടിക്കലായിരിക്കും ജോലി. അതിന് 2 ആഴ്ച ലീവ്. അത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കിലാണ് ജോലി, ആർട്ടിക്കിലോട്ട് ഓയിഷിപ്പ്. അപ്പം ഞാനായിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ പൈസ ഒക്കെ ഭയങ്കര കുറവാണ്, $1300. പിന്നെ അതിന് മുകളിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് 2000 തൊട്ട് മുകളിലോട്ടുണ്ടെന്ന് തോന്നുന്നു. $2000 2000 തൊട്ട് മുകളിലോട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലെന്ന് തന്നെ പണി പറയാം. 1300 ഭയങ്കര കുറവാണ്. അപ്പോൾ അവർക്കുള്ള ടിപ്പാണിത് ആക്ച്വലി. അപ്പോൾ 186 പേര് ഏകദേശം ഉണ്ട്. എങ്ങനെ വന്നാലും എല്ലാവരെയും $140 പിരിക്കണമെങ്കിൽ ഒരു $25,000 അതായത് ഒരു 25 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. എല്ലാവരും കൂടി ഷെയർ ചെയ്യുമ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു $400 വെച്ചിട്ട് ഒരാൾക്ക് കിട്ടുമായിരിക്കും എല്ലാവർക്കും. എനിക്കറിയത്തില്ല ഇങ്ങനെ പരിപാടി. ചിലർ കുറച്ച് കൊടുക്കും, ചിലർ കൂട്ടിയൊക്കെ കൊടുക്കുമല്ലോ, വ്യത്യാസം വരും. അപ്പോൾ അവർക്കൊക്കെ ആകെ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. ഈ താഴ്ന്ന ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ടിപ്പാണ് അവരുടെ ഒരു അഡീഷണൽ കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും കുറയ്ക്കണമെന്നില്ല, ഞാൻ അത് തന്നെ പേ ചെയ്യാമെന്ന് വിചാരിച്ചു. കൂട്ടണമില്ല, കാരണം $140 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അറൗണ്ട് ഒരു 11,000 രൂപ വന്നു. 11,000 രൂപ ടിപ്പ് നമ്മളെ സംബന്ധിച്ച് വലുതാണെങ്കിലും കുഴപ്പമില്ല. എത്ര വലിയൊരു ട്രിപ്പ് പോകല്ലേ, അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. ഞാനത് കുറയ്ക്കാനൊന്നും കൂട്ടാനും നിൽക്കുന്നില്ല, ഞാനത് പേ ചെയ്യണം. അപ്പോൾ ടോട്ടൽ ബില്ല് വന്നിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ ബില്ല് ഇന്ന് കിട്ടിയതാണ്, ഇന്ന് വന്നാണ് ഇത്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു. ഞാൻ റെൻറ്റിന് എടുത്തായിരുന്നു നമ്മുടെ വാട്ടർ പ്രൂഫ് പാൻറ്റ്, അതിന് $40. പിന്നെ വേറെ എന്താ, ഞാനൊരു ഇൻ്റർനെറ്റ് ഒരു മണിക്കൂറത്തേക്ക് എടുത്തായിരുന്നു $45. അറൗണ്ട് ഒരു $3,500 രൂപ വരുന്നതാണ് ഇൻ്റർനെറ്റ്. 1 മണിക്കൂറുള്ളത്. ഞാനപ്പോൾ എല്ലാ ദിവസവും 5 മിനിറ്റ് ഉപയോഗിക്കും. ജസ്റ്റ് അപ്ഡേറ്റ് നോക്കാം, വേറെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ 5 മിനിറ്റൊക്കെ നിമിഷം നേരം കൊണ്ട് പോട്ടോ. നമ്മളൊക്കെ അൺലിമിറ്റഡ് ഉപയോഗിച്ച് ശീലിച്ചോണ്ടേ ഭയങ്കര പാടാണ്. പിന്നെ ഞാനൊരു 5 ബിയർ മേടിച്ചായിരുന്നു, ഒരു പാക്കേജ്, അത് $15. അത്രേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന 140 ടിപ്പ്, അങ്ങനെ ടോട്ടൽ $240 രൂപയാണ്. പക്ഷേ $240 നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, വേണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കാർഡ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ളതുകൊണ്ട് ഞാൻ ക്യാഷ് കൊടുക്കുന്നു. യെസ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നു. പിന്നെ ഇന്നലെയൊക്കെ ആക്ച്വലി കിളി പോയിട്ടിരിക്കുകയായിരുന്നു മൊത്തത്തിൽ. ഇന്നലെ കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ബീഗൽ കനാലിനെ കുറിച്ച്. പിന്നെ അന്റാർട്ടിക്കയുടെ സൗത്ത് പോളില്ലേ, നമ്മുടെ ദക്ഷിണ ധ്രുവം, കറക്റ്റ് 90 ഡിഗ്രി അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത ഒരു ലേഡി ഉണ്ട്, ലെന എന്ന് പറയുന്ന പുള്ളിക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നലെ. അത് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ, അതിൻ്റെ കോസ്റ്റ് കിട്ടിയാൽ ഞെട്ടിപ്പോയി. $1 ലക്ഷം US അതിൻ്റെ വരുന്ന, അതായത് സൗത്ത് പോളിലോട്ട് പോകാനായിട്ട് 47 ദിവസം സ്കീ ചെയ്ത് വേണം പോകാനായിട്ട്. അത് നമ്മുടെ സാധനങ്ങളും ലഗേജും ടെൻറ്റ്, ഫുഡ്, ബാറ്ററീസ്, അങ്ങനെ എല്ലാ സാധനങ്ങളായിട്ട് ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നുണ്ടാവില്ല, എല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തോണം. അങ്ങനെ 47 ദിവസം ട്രാവൽ ചെയ്യണം, സ്കീ ചെയ്യണം. സ്കീ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല, ഐസിലോട്ട് തെന്നിപ്പോകുന്ന ഒരു സംഭവമില്ല, ഇങ്ങനെ കുത്തി ഇങ്ങനെ. ആ സാധനം 47 ദിവസം ചെയ്ത് അവിടെ എത്തണം. അത് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മലയിലൊക്കെ ഒന്നുമില്ല, ഫുള്ള് ഫ്ലാറ്റ്, മഞ്ഞ്, ആകാശം. ചില സമയത്ത് ഒന്നും കാണില്ല, 0 വിസിബിലിറ്റി ആയിരിക്കും. ഭയങ്കര ഡേഞ്ചറുമാണ്. ചില സ്ഥലത്തൊക്കെ മറ്റേ കുഴിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളത് വീഴാൻ സാധ്യതയുണ്ട്, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. റിസ്ക്കാണ്. പക്ഷെ ഇതിന് ഏകദേശം ചിലവ് വരുന്നത് ഞാൻ പറയില്ല, $1 ലക്ഷം US. അത് ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു 80 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ
എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റ് പറഞ്ഞാൽ 83 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവ് എന്തായാലും വരും. പക്ഷെ നമ്മൾ ബാക്കി എക്സ്പെൻസ് ഉണ്ടാവല്ലോ, എന്ന് വെച്ചാൽ 80 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ ഇതിനകത്ത് പ്രതീക്ഷിക്കാം. അത്രയും എക്സ്പെൻസാണ് സൗത്ത് പോളി പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പുള്ളിക്കാർ ഷെയർ ചെയ്തു. അങ്ങനെ കുറച്ച് ക്ലാസ്സും കുറേ അനുഭവങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ ഒരു യാത്രയിൽ. അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടും കുറച്ച് ക്ലാസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ക്യാപ്റ്റൻ്റെ വക ഫെയർവെൽ പാർട്ടിയാണ്. അവസാന ലാസ്റ്റ് നൈറ്റാണല്ലോ ഇന്ന്. അപ്പോൾ അതിൻ്റെ എന്തോ ചെറിയ പരിപാടിയുണ്ട്. അത്രേ ഉള്ളൂ. നാളെ രാവിലെ എല്ലാവരും ഇറങ്ങിപ്പോവും. പരിപാടി കഴിഞ്ഞ് അവിടെ ഫുഡ് വെച്ചേക്കാണ്. നമ്മളിപ്പോൾ സിക്ക് ആണെങ്കിൽ നമുക്ക് വയ്യ, റൂമിൽ പുറത്തിറങ്ങാൻ വയ്യെങ്കിൽ അവരോട് പറഞ്ഞാൽ റൂമിലോട്ട് ഫുഡ് കൊണ്ടുവന്ന് തരും. അങ്ങനെ സംവിധാനമൊക്കെ ഉണ്ട്. റൂം സർവീസ് ഉണ്ട്, പറഞ്ഞാൽ മതി. പിന്നെ ഷിപ്പ് ഇപ്പോൾ ഈ ഡ്രേക്ക് പാസേജിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു കൈ എപ്പോഴും ഫ്രീ ആക്കി ഇടണം. കാരണം ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഒരു കൈ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പിടിക്കേണ്ടി വരും. അപ്പോൾ ഒരു കൈ ഫ്രീ ആക്കിയിട്ട് വേണം നടക്കാനായിട്ട്. നമ്മൾ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അന്റാർട്ടിക്കൻ ഭാഗത്ത് എത്തിയാൽ ഇതുപോലെ ഓളമൊന്നുമില്ല. ഡ്രേക്ക് പാസേജിൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നമുള്ളൂ. പിന്നെ ഈ ഡ്രേക്ക് പാസേജിൽ കൂടി പോകുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അത് ഓൾറെഡി അവർ പറഞ്ഞു. വാതിൽ തന്നെ തുറക്കാൻ പറ്റില്ല. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രഷറായിരിക്കും. കാറ്റ് വന്നിട്ട് അങ്ങോട്ട് തള്ളാൻ പറ്റില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ പുറത്തിറങ്ങി നിൽക്കുക ഡ്രേക്ക് പാസേജിൽ സീനാണ്. ചിലപ്പോൾ കടലിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം, നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാൻ പോവാണ്. നമ്മുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു യാത്രയിലെ അവസാന മീറ്റിംഗ് എല്ലാവരും ഒത്തുകൂടിയൊക്കെയാണ്. ഇത് ശരിക്കും ഒരു ഫെയർവെൽ പാർട്ടി കൂടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ബോറിസ് എന്നാണ് പേര്. ഇദ്ദേഹം കാനഡ സ്വദേശിയാണ് കേട്ടോ. നമ്മൾ ഇത്രയും ദിവസം ഈ അന്റാർട്ടിക്ക മുഴുവൻ കപ്പലിൽ കൊണ്ടുപോയി കാണിച്ചു തന്ന നമ്മുടെ ഷിപ്പിലെ ക്യാപ്റ്റൻ. അപ്പോൾ ഒരു കോക്ടെയിൽ പാർട്ടിയും കൂടിയാണ്. എല്ലാവരും കൂടി ചിയേഴ്സ്. ആക്ച്വലി ഞാൻ ആദ്യം കുടിച്ച് തീർത്ത് ഇരിക്കുന്നത്. ഞാൻ വേറെ മേടിച്ചതാ. ചിയേഴ്സ് അടിക്കാൻ ഗ്ലാസ്സില്ല. ഇത് ജ്യൂസാണേ. പിന്നെ നമ്മൾ സാധാരണ കാണാത്ത കുറച്ച് പേരുണ്ട്. നാവിഗേഷൻ ആൻഡ് ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ടീം, പിന്നെ എൻജിൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടീം. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടുത്തി. അതുപോലെ റൂം സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ടാ. അവരെല്ലാവരും കൂടി വരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ റെസ്റ്റോറൻറ്റ് ടീം, ബാറിലെ ടീം, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ നമ്മുടെ യാത്രയിൽ ഗൈഡായിട്ട് നിന്ന് നമുക്ക് പല നിർദ്ദേശങ്ങൾ തന്നതും ക്ലാസ്സുകളൊക്കെ എടുത്തു തന്ന എല്ലാവരെയും ഇപ്പോൾ കാണാം. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വാള് വരും എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു വൊമിറ്റിംഗ് ബാഗ് കിട്ടും ഇവിടെ റിസപ്ഷനിസ്റ്റ് കിട്ടും. അതും പിടിച്ചുകൊണ്ടാണ് നടന്നു വെച്ചത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾമോസ്റ്റ് ബീഗൽ ചാനലിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇനിയിപ്പോൾ വലിയ ഓളം മറ്റേ ഷെയ്ക്കൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒരു ചൈനക്കാരി ഉണ്ടായിരുന്നേ, ഈ കാണുന്നത്. ഞാൻ നേരത്തെ പരിചയപ്പെട്ടിരുന്നു. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ചൈനയിലെ ക്വിങ് രാജവംശമില്ലേ, അതിൽപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇവാൻ എന്നാണ് പേര്. എല്ലാ ദിവസവും കപ്പലിലുള്ള സമയത്ത് അവർ അവരുടെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലാണ്. ഡ്രേക്ക് പാസേജ് ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ അർജന്റീനയിലെ ഉഷുവായിലെത്തും. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ബീഗൽ കനാലാണ്. ബീഗൽ കനാലിലോട്ട് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കരപ്രദേശമൊക്കെ എത്തി എന്നതിൻ്റെ സൂചനയാണെന്ന് തോന്നുന്നു. കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രേക്ക് പാസേജിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പയ്യെ മാറി. ഇപ്പോൾ ഇവിടുത്തെ കടലൊക്കെ കാണുമ്പോൾ അറിയത് കണ്ട വലിയ തിരകളോ സംഭവങ്ങളൊന്നുമില്ല. അതെല്ലാം മാറി. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു ഏറ്റവും പ്രശ്നം. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് അത്ര പ്രശ്നമില്ലായിരുന്നെങ്കിലും ഒരു ദിവസം നമ്മൾ കിടന്നുപോയി വീണ്ടും. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ ഈ യാത്രകളിലെ ഒരു അനുഭവങ്ങളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞു പോയത്. ജീവിതത്തിൽ എന്നും ഓർക്കാൻ പറ്റുന്ന അവിസ്മരണീയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് അന്റാർട്ടിക്ക. സമയം രാത്രി 11 മണി. നമ്മൾ ഇത്രയും ദിവസം അന്റാർട്ടിക്കയിൽ രാത്രി 11 മണി ആയാലും നല്ല വെട്ടമായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ അർജന്റീനയോട് എത്തി. ഇപ്പോൾ നമ്മൾ ബീഗൽ കനാലിൽ കൂടി യാത്ര ചെയ്യണം. ബീഗൽ കനാൽ എൻ്റർ ചെയ്യണ ഭാഗമാണ് രാത്രി 11 മണിക്ക്. എന്താ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാത്രിയായി. ഇവിടെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇരുട്ടാവുമല്ലോ ഈ ഒരു ഭാഗത്ത്. രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴേക്കും സൂര്യൻ ഉദിക്കും. പക്ഷെ നമ്മൾ അന്റാർട്ടിക്കയിലായിരുന്ന സമയത്ത് നേരെ തിരിച്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭവമായിരുന്നു. അവിടെ മൊത്തം പകൽ. നമ്മളങ്ങനെ അർജന്റീനയിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് അർജന്റീനയുടെ അതിർത്തി പ്രദേശത്തേക്ക് നമ്മൾ കയറി. ആക്ച്വലി നമ്മൾ ഈ യാത്രയിൽ അർജന്റീന ഒഫീഷ്യലി വിട്ടു പോകുന്നില്ല എന്നാണ് കണക്കാക്കുന്നത്. ഈ കാണുന്നത്
ചില്ലിയുടെ ഭാഗമാണ്. ഇത് കണ്ട ഈ ഒരു ദ്വീപ് കണ്ട, ഇതൊരു ദ്വീപാണ്. ഇത് ചില്ലിയാണ് സ്ഥലം. നമ്മൾ പോകുന്ന ഇത് ബീഗൽ കനാലാണ്. ഈ കനാലിൻ്റെ റൈറ്റ് സൈഡിൽ അർജൻറ്റീന, ലെഫ്റ്റ് സൈഡിൽ ചില്ലി, അങ്ങനെയാണ് കിടക്കണത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മല കണ്ട, ഇത് ഫുള്ള് അർജൻറ്റീന, നേരെ ഇടത് ഭാഗത്ത് കാണുന്നത് ചില്ലി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും അർജൻറ്റീനയുടെ സൈഡിൽ കൂടിയാണ്. ഇവിടെ അതിർത്തിയുണ്ട്, ഈ കനാലിൽ തന്നെ അതിർത്തിയുണ്ട്. ഈ ഇപ്പുറത്തെ ഭാഗത്ത് അർജൻറ്റീന ആയതുകൊണ്ട് നമ്മൾ അർജൻറ്റീനയുടെ ഇതിനകത്താണ് ആക്ച്വലി ഷിപ്പ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അർജൻറ്റീനയുടെ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കുറച്ചിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതിർത്തി കിടക്കും, അങ്ങനെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കാണുന്ന ദ്വീപുണ്ട്, ഈ കാണുന്ന ദ്വീപിൻ്റെയൊക്കെ കുറേ കൂടി മാറിയിട്ട് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റില്ല, കുറേ ദൂരെയാണ്. അതാണ് കേപ്പ് ഹോൺ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും ഭൂമിയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സ്ഥലം. അത് പക്ഷേ ചില്ലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല. അത് അതിർത്തി കടന്ന് പോകേണ്ടി വരും. അതിർത്തി കടന്നെന്ന് പറഞ്ഞാൽ സമുദ്ര അതിർത്തി കിടക്കണം. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് കൂടി വരാത്തതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. അത് കേപ്പ് ഹോൺ എന്നാണ് അതിൻ്റെ പേര്. അത് ചില്ലിയുടെ ഭാഗമാണ്. അതാണ് ശരിക്കും ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നഗരമാണ് നമ്മളിപ്പോൾ വന്നത്, ഉഷുവായ. നമ്മൾ നേരത്തെ കണ്ടില്ല കഴിഞ്ഞ ആദ്യത്തെ എപ്പിസോഡുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉഷുവായിലോട്ടാണ്. അതാണ് ഏറ്റവും തെക്കേ അറ്റത്തുള്ള നഗരം, ഒരു സിറ്റി എന്ന് പറയുന്നത് അതാണ്. പക്ഷേ കേപ്പ് ഹോൺ ഒരു സിറ്റി അല്ല, ഒരു ചെറിയൊരു ദ്വീപാണ്, ആൾ താമസമൊന്നുമില്ല. അപ്പോൾ ആ ഭാഗം ഈ കാണുന്ന ദ്വീപിൻ്റെയൊക്കെ അപ്പുറ സൈഡായിട്ട് കുറേ മാറിയിട്ടാണ്, കാണാൻ പറ്റില്ല, കുറച്ച് ദൂരെ. ആരും ഇല്ല കേട്ടോ പുറകിലൊന്നും. എല്ലാവരും നൈസായിട്ട് കിടന്ന് ഉറങ്ങിയതുകൊണ്ട് നാളെ രാവിലെ നേരത്തെ എണീക്കേണ്ടതാണ്. എല്ലാം കാലിയാണ്. നമ്മൾ ജക്കൂസി വരെ ഉപയോഗിച്ചു. ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കാത്ത ഒന്നേ ഉള്ളൂ, അത് സ്പായാണ്. അത് എക്സ്ട്രാ റേറ്റൊക്കെ കൊടുത്തിട്ട് മസാജിങ് അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. അത് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം. വാവ്. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇനി. ഈ ഡെക്കിലൊന്നും ഒരു മനുഷ്യനും ഇല്ല കേട്ടോ, ഞാൻ മാത്രമേ ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരിക്കുന്നുള്ളൂ. ഞാനാണെങ്കിൽ അവസാന ഭാഗമുള്ളത് നമ്മുടെ ട്രിപ്പിൻ്റെ, അതൊക്കെ ഒന്നിങ്ങനെ ആസ്വദിച്ചൊക്കെ ഇരിക്കുന്നു. വേറെ കാര്യമുണ്ട്, നമ്മൾ ഒരു 12:30 കൂടി മിഡ് നൈറ്റിൽ നമ്മൾ ഉഷുവായി എത്തും, ആ പോർട്ടിലെത്തും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ബീഗൽ കനാലിലാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി 4 മണിക്കൂറൊക്കെ മതിയായിരിക്കും ഈ ബീഗൽ കനാൽ ക്രോസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും മിഡ് നൈറ്റ് എത്തും. അപ്പോൾ രാവിലെ 5:45 എല്ലാവരും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് റൂമിൻ്റെ പുറത്ത് വെക്കണം എന്നാണ് പറഞ്ഞേക്കണം. അത് റിബണൊക്കെ കിട്ടും. ഒരു ടൈപ്പ് റിബണിൻ്റെ കാര്യം പറഞ്ഞാൽ, അതായത് പർപ്പിളും ഗ്രീനും ഉണ്ട്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിലോട്ട് ഡയറക്റ്റ് പോകേണ്ടവർ, പർപ്പിൾ എന്ന് പറഞ്ഞാൽ സിറ്റിയിലോട്ട് പോകേണ്ടവർ. അപ്പോൾ അതിനെ തരംതിരിച്ച് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ബാഗ് നാളെ രാവിലെ 5:45 നമ്മുടെ ക്യാബിൻ്റെ പുറത്ത് വെച്ചാൽ മതി. ഇവർ കൊണ്ടുപോകുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തോളും. 6 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് 7:30 വരെ ഉണ്ട്. 7:30ക്ക് മുമ്പായിട്ട് നമ്മുടെ കീ ഇല്ലേ, റൂമിൻ്റെ കീ ആ റിസപ്ഷനിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വന്നപ്പോൾ പാസ്പോർട്ട് കൊടുത്തിട്ടുണ്ടായി. പാസ്പോർട്ട് ഇവർ കീപ്പ് ചെയ്യണമായിരുന്നു ഇത്രയും ദിവസം. അത് നമ്മൾ കീ കൊടുക്കുമ്പോൾ പാസ്പോർട്ട് തിരിച്ചു കിട്ടും. പാസ്പോർട്ട് മേടിക്കുക, നമ്മൾ ഇറങ്ങുക. പിന്നെ നേരെ പോർട്ടിൽ ചെന്ന് ബസ്സിൽ കയറുക, ബസ്സിൽ നമ്മൾ ടൗണിൽ കൊണ്ടാക്കും. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മുടെ യാത്രയുടെ അവസാന സമയമാണ്. ഇവിടെ ചെസ് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഉണ്ട്. കാരണം ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി. കുറേ പേര് ഡെക്ക് 5 ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പാക്കിംഗ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ തിരക്കായിരിക്കുമല്ലോ, നാളെ രാവിലെ നേരത്തെ എണീക്കണ്ടേ. യെസ്, ഞാൻ ഓൾറെഡി പാക്ക് ചെയ്ത്, എൻ്റെ പാക്കിങ് കഴിഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം നമുക്ക് പോയി കിടന്ന് ഉറങ്ങണം. നൈസായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ സമയം രാവിലെ 5:45. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. ഓൾറെഡി സൂര്യനൊക്കെ വന്നെന്നാണ് എനിക്ക് തോന്നണത്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം ആയതുകൊണ്ട് വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ബീഗൽ കനാലിൽ തന്നെയാണ്. നമ്മളിതുവരെ എത്തിയിട്ടില്ല. വിഷ്വലോട്ട് എനിക്ക് തോന്നുന്നു 6 മണിയൊക്കെ കഴിയുമ്പോൾ എത്തുമെന്ന് തോന്നുന്നു. അപ്പോൾ ബീഗൽ കനാലിൽ കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. മഴയുള്ള ദിവസമാണ്, അത്യാവശ്യം മഴ പൊടിയുന്നുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 8 ഡിഗ്രിയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടെ കുറേ മലയൊക്കെ കാണാൻ നല്ല ഭംഗി, മൊത്തം കോട മൂടി ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. നല്ല രസമുണ്ട്, അടിപൊളി. സൂര്യനൊക്കെ വന്നെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ലൈറ്റ് കാണുന്നുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ ഒരു ബോർഡിനോട് വിട പറയും. ഒരു 6 മണി തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഒരു 6:30 പോയി കഴിക്കാം. 7:30 ആകുമ്പോൾ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ബാഗ് പാക്ക് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ കൊണ്ടുപോകുമ്പോഴും ബാഗ്. അപ്പോൾ ബാക്കി കാണാം. ഞാൻ ഉഷയിൽ ഓൾറെഡി സ്റ്റേ എടുത്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ 3 ദിവസം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, 3 നൈറ്റ്. ഡയറക്റ്റ് ബുക്ക് ചെയ്തപ്പോൾ റേറ്റ് കുറഞ്ഞേ, ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ റേറ്റ് കൂടുതലായിരുന്നു. അഗോഡയിൽ ബുക്ക് ചെയ്തപ്പോൾ റേറ്റ് കൂടി. ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്തു.
ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. അപ്പോൾ മനോഹരമായ ബീഗൽ ചാനലിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബീഗൽ ചാനലിനെ കുറിച്ച് നമ്മൾ അന്റാർട്ടിക്കയിലോട്ട് പോയത് ഇതുവഴി തന്നെയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ചിലിയും ഒരു ഭാഗം അർജൻറ്റീനയുമാണ്. രണ്ട് രാജ്യങ്ങളുടെ ഇടയിലുള്ള ഒരു ഉൾക്കടലാണ് ഈ ബീഗൽ ചാനൽ എന്ന് പറയുന്നത്. പിന്നെ ഈ ബീഗൽ എന്ന് പേര് വരാനുള്ള കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പര്യവേഷണ കപ്പലാണ് HMS ബീഗൾ. അപ്പോൾ ആ ഒരു കപ്പലിൻ്റെ പേരാണ് ഈ ചാനലിന് കൊടുത്തിരിക്കുന്നത്, ബീഗൽ ചാനൽ. അങ്ങനെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ താമസിച്ച എൻ്റെ ഒപ്പം ഒരു ജപ്പാൻ ചേട്ടനും ഉണ്ടായിരുന്നു, കെയ്ജു. പുള്ളിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വിട പറയാണ്. ഞാനെൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഫുൾ സെറ്റപ്പ് ഉണ്ട്. ഇത് അടിപൊളിയാണ് കണ്ട. ഇത് 2 പേർക്ക് കിടക്കാൻ പറ്റുന്നതാണ്. ശരിക്കും 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ട്രിപ്പിൾ ഷെയറിംഗ് ഉണ്ട്. അതിന് കുറച്ചും കൂടി റേറ്റ് കുറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കാണിച്ചതാണ്. നമുക്ക് എപ്പോഴും ചാർജ് ചെയ്യാം. നല്ല അടിപൊളി ബാത്റൂമും പിന്നെ ചൂടെള്ളം കിട്ടും. ഇവിടെ 5 സ്റ്റാർ ഫെസിലിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇത് വാമും കൂളും ആക്കാനുള്ള AC സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ്. നമ്മുടെ ഡ്രസ്സൊക്കെ ഇടാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇവിടെ ഒരു ചൈന ചേച്ചിയുണ്ട്, നമ്മുടെ റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമൊക്കെ എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയിട്ട് വൃത്തിയാക്കി തരുന്ന അൻജോ ഫ്രം ചൈന. അതെ, നമസ്തേ. ഓക്കെ, ബൈ, സീ യു. ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ല. ബൈ. യെസ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്രയിലെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റും അവസാനത്തെ ഭക്ഷണവും നമ്മൾ കഴിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. സാധാരണ എല്ലാ ദിവസവും ഉള്ള പോലെയൊക്കെ തന്നെ എല്ലാ ഐറ്റംസൊക്കെ ഉണ്ട്. ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരുന്ന ആൾക്കാർ, ഫ്രൂട്ട്സ്, സാലഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. യെസ്. അപ്പോൾ ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കട്ടെ. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഷിപ്പ് ഇതേ ഉഷുവായ പോർട്ടിലെത്തി. വേറെ കുറേ ഷിപ്പുകളൊക്കെ കിടപ്പുണ്ട്. നമ്മൾ അതല്ല അത് തന്നെയല്ലേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കിടന്ന അവിടെ അറോറ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കിടന്ന ഷിപ്പൊക്കെ ഇതേ എത്തി. അവരും തിരിച്ചെത്തി കൃത്യമായിട്ട്. അപ്പോൾ ഷിപ്പ് ഇതേ പോർട്ടിലോട്ട് അടുപ്പിക്കുകയുണ്ട ഇപ്പോൾ ചെയ്യണം. കണ്ട അതെ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉഷുവായ സെറ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 7 മണി. നമ്മളെ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഇത് കണ്ട മലയുടെ മുകളിൽ മൊത്തം മഞ്ഞൊക്കെ വീണ് കുറച്ചും കൂടി സെറ്റായിട്ടുണ്ട്. തണുപ്പ് കൊള്ളാമെന്നാണ് തോന്നണം. വേണ്ട, ഷിപ്പ് നൈസായിട്ട് അടുത്തു. അങ്ങനെ നമ്മൾ അവിടെ കെട്ടി തുടങ്ങി കേട്ടോ. ആ ഫ്രണ്ട് ഭാഗമൊക്കെ കെട്ടി വേണ്ട. അങ്ങനെ നമ്മുടെ ഷിപ്പ് ഉഷുവായ പോർട്ടിലെടുത്തു. ഇനി ഒരു അരമണിക്കൂറും കൂടി നമുക്ക് ഈ ബോട്ടിൽ ചിലവഴിക്കാനുള്ള സമയമുണ്ട്. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഇതിൽ ഇറങ്ങും. യെസ്. എന്നിട്ട് അടുത്ത ഗസ്റ്റ് വരും കേട്ടോ. ഇത് നാളെയാണോ ചേട്ടാ അടുത്ത ഇതുള്ള? ഇന്ന് തന്നെയാ. ഇന്ന് വൈകിട്ട് അടുത്ത ട്രിപ്പാണ്. അയ്യോ, ഇവിടുത്തെ പണിക്കാരാരിങ്ങനെ ആലോചിക്കായിരുന്നു. അവർ അപ്പോൾ അന്റാർട്ടിക്ക പോയിട്ട് വരണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇറക്കി വിടുന്നു. വൈകിട്ട് അപ്പം തന്നെ അടുത്ത ടീം കയറാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലേ. മറ്റേ ഫുഡൊക്കെ ലോഡ് ചെയ്യണം, കിടക്കുകയും പിന്നെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യണം. നല്ല പണിയുണ്ടാവും. അങ്ങനെ നമ്മുടെ കപ്പൽ ഉഷുവായ പോർട്ടിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ യാത്ര തിരിച്ചത്. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഇതേ ജീവനക്കാരൊക്കെ ഇറങ്ങിയിട്ട് കപ്പൽ കയറിട്ട് വലിച്ചു കിട്ടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഷിപ്പിൽ അന്റാർട്ടിക്കക്ക് പോകണമെങ്കിൽ ഏറ്റവും എളുപ്പം ഈ ഒരു ഉഷുവായ പോർട്ട് വഴിയാണ് കേട്ടോ. ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ഉഷുവായിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. 1896 ഈ അപകടകരമായിട്ടുള്ള കുറ്റവാളികളൊക്കെ ഇല്ലേ, അത്തരം തടവുകാരൊക്കെ ബ്യൂണസ് എയറീസിൽ നിന്ന് മാറ്റിയിട്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ജയിലിൽ പാർപ്പിച്ചിരുന്നു. പിന്നെ കുറെ രാഷ്ട്രീയ തടവുകാരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു കാലത്ത് ഈ ഉഷുവായ എന്ന് പറയുന്നത് ഈ തടവുകാരെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇന്ന് ഇത് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നഗരം എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. എൻഡ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ അറിയപ്പെടും. അതുപോലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. അന്റാർട്ടിക്കയിലോട്ട് പോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള വിനോദസഞ്ചാരത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഉഷുവായ പോർട്ട് പ്രശസ്തമായിട്ട് നിൽക്കുന്നത്. കാരണം അന്റാർട്ടിക് പെനിൻസുലയിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 1200 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 2 ദിവസം കൊണ്ട് നമുക്ക് അന്റാർട്ടിക്ക എത്താം. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളും അന്റാർട്ടിക്ക കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉഷുവായ പോർട്ട് തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട 5 അന്റാർട്ടിക് ഗേറ്റ് വേ നഗരങ്ങളിൽ ഒന്നാണ് ഉഷുവായ. ഇതുകൂടാണ്ട് പിന്നെയുള്ളത് ചില്ലിയിലെ പൂണ്ടാറീനാസ് മാത്രമാണ് മറ്റൊരു സൗത്ത് അമേരിക്കൻ നഗരം എന്ന് പറയാനുള്ളത്. പിന്നെ കപ്പലിൽ പോകണമെങ്കിൽ എന്തായാലും ഉഷുവായ വഴിയായിരിക്കും പോവുക. പിന്നെ വർഷം മുഴുവനും വേനൽക്കാലമായാലും തണുപ്പുള്ള ഒരു കാലാവസ്ഥയുള്ള സ്ഥലമാണ് ഉഷുവായ. See you.
How are you? See you. Good trip. Okay. Bye. Bye. See you. Yes. See you. Bye. Thank you. Bye bye. Même en sortie de ville. T'as même pas besoin de trouver une bagnole. അങ്ങനെ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് നമ്മൾ ഷിപ്പിൽ നിന്ന് വിട പറയുകയാണ്. നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട്. കയറിയ പോലെ തന്നെ ഇറങ്ങാണ്. പുറത്ത് നല്ല തണുത്ത കാറ്റുണ്ട്. നമ്മുടെ ബാഗ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ബാഗ് നമ്മൾ ഇവർ കയറ്റിക്കോളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ബാഗ് തപ്പിയെടുത്തു. ബൈ, സീ യു. ഹോങ്കോങ്. ഓക്കെ, നമ്മൾ വിട പറയുകയാണ് ഈ ഒരു ഷിപ്പിനോട്. അടിപൊളി യാത്രയായിരുന്നു. ഹലോ. ഓക്കെ, സീ യു. ബൈ. Bye. See you. Yes. Bye. See you. See you. എല്ലാവരും ടാറ്റ പറഞ്ഞു നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ റൂം ഈ താഴത്തെ ഭാഗത്ത്, ഇവിടെ എത്രാമത്തെ എനിക്ക് ഇവിടെ നിന്ന് എനിക്കറിയില്ല, ഈ താഴത്തായിരുന്നു. ഈ ഹോള് കണ്ട അവിടെയായിരുന്നു നമ്മുടെ റൂം. അത് 3-ാം നിലയാണ്, ബാക്കി 2 നില താഴത്തോട്ടാണ്. ഇത് 4-ാം നില, ഇത് 5-ാം നില, ഇത് 6, 7, 8 എന്നാ. അങ്ങനെയാണ് ഈ ഷിപ്പ് ഇരിക്കണേ. എല്ലാവരും ടാറ്റ പറഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ പോയ ഷിപ്പട്ടാ. അടിപൊളി കിടയിലെ ഷിപ്പാണ്, കിടയിലെ ആൾക്കാരാണ്. ഇവിടെ ലോഡിങ് അൺലോഡിങ് പരിപാടി എന്തോ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് അടുത്ത ട്രിപ്പിൻ്റെ. കുറേ വണ്ടിയൊക്കെ നടപ്പുണ്ട്. ഈ കിടക്കണ വണ്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എക്സ്പെഡിഷൻ ഷിപ്പ് തന്നെയാണ് കേട്ടോ. എൻ്റെ മോനെ, ഇതൊക്കെ ഹെവി സാധനമുള്ള അത് വലിയ ഷിപ്പാണ്. ഇത് എക്സ്പെഡിഷൻ ഷിപ്പല്ല, ഇത് അന്റാർട്ടിക്കൊക്കെ പോകുമെങ്കിലും ക്രൂയിസ് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് തോന്നാം. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ മുമ്പാകെ കണ്ടിട്ട് ഐസ് പൊട്ടിക്കുന്ന രീതിയിലുള്ള ഷിപ്പല്ല അത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. നമ്മളെ ബസ് പുറപ്പെട്ട സ്ഥലമില്ലേ, ആ ഒരു ക്ലബ്ബ്, അതിൻ്റെ അവിടെ എത്തി. കുറച്ച് പേർക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ബാഗ് ഇവിടെ വൈകുന്നേരം വരെ 6 മണിയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പേര് ബാഗ് ഇവിടെ വെച്ചിട്ട് കറങ്ങാനൊക്കെ പോകും, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കും. ഞാനാണെങ്കിൽ 3 ദിവസം ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് ജസ്റ്റ് നടന്നു പോയാൽ മതി എൻ്റെ ഹോസ്റ്റലിലോട്ട്. അപ്പോൾ നമ്മുടെ മലയാളി ചേട്ടൻ വരില്ല, എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോവാം. Bye to my friend from Bolivia to India. Yes. You come to India. Yes, I have been there already. Okay. Bye. I will go back. Bye. Yes. അപ്പോൾ ഓക്കെ, നാട്ടിൽ കാണാം. അപ്പോൾ നേരെ US അല്ലേ, അമേരിക്കയിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീണ്ടും കാണാം, അടുത്ത ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. ശരി എന്നാ. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ വന്നു. നമ്മുടെ റൂം ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ ഇവിടെ വന്ന ആദ്യ സമയം ബുക്ക് ചെയ്ത താമസിച്ച സ്ഥലമില്ലേ, അന്റാർട്ടിക്ക ഹോസ്റ്റൽ എന്നുണ്ട്, അവിടെ തന്നെയാണ്. ഇത് അത്ര വലിയ സെറ്റപ്പൊന്നുമല്ല കേട്ടോ, ചെറിയൊരു വില കുറവാണ് കണ്ടപ്പോൾ എടുത്താണ്. പക്ഷെ വൈഫൈ ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ അത്ര വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ നിന്നൊരു വ്യൂ ഒക്കെ ഉണ്ട്, ഉണ്ട് കാണാവോ, ഉണ്ട് ചെറിയൊരു വ്യൂ. അപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ താഴത്തായിരുന്നു, ഇപ്പോൾ മുകളിലാണ് നമ്മുടെ റൂം. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ. ഇതെനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ബെഡാണ്. ഞാൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അതായത് താഴത്ത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അതാ സൗകര്യം. നമുക്ക് ലാപ്പൊക്കെ വെച്ച് ഉപയോഗിക്കാനും പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഏറ്റവും എളുപ്പമാണ്. മുകളിലാണ് ഈ പാട. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ബണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ 2 കുപ്പി വെള്ളവും പിന്നെ സബർ ജില്ലി പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കാരണം ഒരു 3 ദിവസം ഞാനിവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഭക്ഷണത്തിന് എന്തെങ്കിലും വില കുറച്ച് കഴിക്കാമല്ലോ. പിന്നെ ഇവിടെ മീറ്റൊക്കെ ഉണ്ട്, കണ്ട ബീഫും സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ പീസുകളാക്കി ഉള്ള മീറ്റൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ്, പച്ചക്കറി, പിന്നെ ഷാമ്പൂ, സോപ്പ്, അങ്ങനെ എല്ലാ സംഭവമുള്ള സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ് അത്. ഈ സാധനം കണ്ട, ഇത് നമ്മുടെ കായ വറുത്തത്. കളർ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, പക്ഷേ സംഭവം തന്നെ കൊള്ളാല്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അർജന്റീനയിലും കായ വറുത്ത് കിട്ടും. അപ്പോൾ ഇതായിരുന്നു സൂപ്പർ മാർക്കറ്റ്. അർജന്റീനയിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച്, പലചരക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച്. ഈ ബാഗിന് 430 പെസോ, അതായത് നാട്ടിലൊരു 43 രൂപ അത്രയും വന്ന്. ബാഗ് സെപ്പറേറ്റ് മേടിക്കണം. നമ്മുടെ അവിടെയും പല സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ 2 കുപ്പി വെള്ളവും കുറച്ച് സ്നാക്സും സാധനങ്ങളൊക്കെ മേടിച്ച് 3-4 ദിവസം ഉണ്ടല്ലോ. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇത് കണ്ട റംപോസൂർ എന്ന് പറഞ്ഞിട്ട്. അത് ആക്ച്വലി ഒരു ടൂർ കമ്പനിയാണ്.
അത് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന പോസ്റ്റ് ഓഫീസിൽ, ആ നേരെ കാണാണ് പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ നാഷണൽ പാർക്കിലേക്ക് പോകാനുള്ള ടൂർ. ഒരു ബസ് ടൂറാണ്, ഗൈഡഡ് ടൂറാണ്, ഇംഗ്ലീഷ് ഗൈഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ബോട്ട് ട്രിപ്പും ഉണ്ട്. അത് രണ്ടും 2 ദിവസമായിട്ടാണ് എടുത്തേക്കണം. രാവിലെ വൈകിട്ട് പോകണമെങ്കിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബീഗൽ കനാലിൽ കൂടി പെങ്കിനെ കാണാൻ പോകുന്ന ഒരു ട്രിപ്പാണ്. അത് ഞാൻ ബുക്ക് ചെയ്തു. ഇതാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. നാളെ നമ്മൾ നാഷണൽ പാർക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ആ ടിക്കറ്റ് ഞാൻ എടുത്തു. ഇത് ശരിക്കും ഓൺലൈൻ ബുക്ക് ചെയ്യാം, പക്ഷേ ഓൺലൈൻ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്താലേ ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ബുക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവൈലബിലിറ്റി എങ്ങനെയാണോ അതനുസരിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നാഷണൽ പാർക്കിൻ്റെ ടൂറിന് ഏകദേശം ഒരു 5 മണിക്കൂർ ഉണ്ടാവും. അത് രാവിലെ തുടങ്ങട്ടെ 7:30. അതിന് 6000 രൂപയും ബോട്ട് ട്രിപ്പിന് 6000 രൂപ, അങ്ങനെ 12000 രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഇവിടെ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു കറൻസി എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. $1 ഉണ്ടായിരുന്നു. $1 ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ $100 1000 വെച്ചിട്ട് കിട്ടും. 1000 വെച്ചെന്ന് പറയുമ്പോൾ 1,00,000 പെസോ കിട്ടും. അത് കിട്ടി. അവൻ ആ $200 അവിടെ നിന്ന് മാറ്റി, എന്നിട്ട് അവിടെ പേയ്മെൻറ്റ് കൊടുത്തത് പെസോയിലാണ്. അപ്പോൾ 1,24,000 പെസോ കൊടുത്തു നമ്മൾ ഈ ഒരു 2 ട്രിപ്പിനും കൂടി. 2 ദിവസത്തെ ട്രിപ്പ് 12,500 രൂപ ഇന്ത്യൻ മണി. പിന്നെ നമ്മൾ കടയിൽ പോയി സാധനം മേടിച്ചില്ല, അതിന് 1,300 രൂപ എങ്ങാണ്ട് പൈസ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഞാൻ അതേ ഹോസ്റ്റലിലെത്തി. ഇനിയിപ്പോൾ മേടിച്ച സാധനങ്ങളൊക്കെ തിന്നണം. ഞാൻ കുറച്ച് ബണ്ണും സാധനങ്ങളൊക്കെ മേടിച്ചാണ്. ബണ്ണല്ല, ബ്രെഡ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഇഷ്യൂ ആയ ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാമെന്നുള്ളൂ. വെറുതെ 3 ദിവസമൊക്കെ നിൽക്കണേന്. ശരിക്കും രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നാഷണൽ പാർക്കും ആ പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്, എൻഡ് ഓഫ് ദ വേൾഡ് പോസ്റ്റ് ഓഫീസ്, അതൊക്കെ കണ്ട് ഉച്ച കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബീഗൽ കനാൽ അല്ലെങ്കിൽ പിന്നെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് മാക്സിമം 2 ദിവസം അതിനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ പിന്നെ വലിയ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, ഹൈക്കിങ്, ട്രക്കിങ്, ഗ്ലേഷ്യർ കാണാൻ പോവുക, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ അന്റാർട്ടിക്ക കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീണ്ടും ഗ്ലേഷ്യർ കാണാൻ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി 2 ദിവസം എന്നാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഉഷുവായാലെ ടിയാറ ഡെൽ ഫിഗോ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടാറ്റ.